ഇന്നത്തേക്ക് നമുക്ക് നമ്മളുടെ ലില്ലിപ്പുട്ടിൻ്റെ ഒരു തുടക്കക്കഥ പറയാം. 2020 ജൂലൈ 7-ാം തീയതിയാണ് ഞാൻ എൻ്റെ ലില്ലിപ്പുട്ട് എന്നുള്ളൊരു സ്ഥാപനമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് 2026 ജൂലൈ ആണ്. 6 വർഷം കഴിഞ്ഞു. എൻ്റെ മകൾക്ക് 2 വയസ്സായപ്പോൾ സ്റ്റാർട്ടാക്കിയതായിരുന്നു എൻ്റെ ബിസിനസ്. ഇന്ന് മോൾക്ക് 8 വയസ്സായി. അന്ന് ഒരു 5000 റുപ്പീസിന് പർച്ചേസ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന് കരുതി സാധാരണക്കാരിയായി ചിന്തിച്ച് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു ബിസിനസ്സാണ്. കുറേ പേരുകൾ സജഷൻ ഉണ്ടായിരുന്നു. മിനിമി, ലില്ലിപ്പുട്ട്, അങ്ങനെ കുറേ പേര് സജഷൻസ് ഇടയിൽ ലില്ലിപ്പുട്ടാണ് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി തീരുമാനിച്ച് ഉറപ്പിച്ച പേര്. അങ്ങനെ ലില്ലിപ്പുട്ട് കുറേ ഫോട്ടോസും മകളെ വെച്ച് കുറേ ഫോട്ടോസും എറണാകുളത്തും കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് ഞാനും ഹസ്ബൻഡും കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ആയി ലില്ലിപ്പുട്ട് നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി കൂടിയപ്പം ഐറ്റംസ് കുറവാണെന്ന് കരുതി വീണ്ടും കുറച്ച് പൈസയും കൂടി ഇൻവെസ്റ്റാക്കി നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുത്തു. പക്ഷേ കസ്റ്റമേഴ്സിന് വീണ്ടും വെറൈറ്റീസ് ആയിരുന്നു വേണ്ടത്. അങ്ങനെ കുറച്ചും കൂടി ഡെവലപ്പായിട്ട് ചിന്തിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹസ്ബൻഡ് കുറേ എൻക്വയറിയൊക്കെ നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ ഡൽഹിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കിട്ടുന്നൊരു ഷോപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിഡ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മളെടുത്തു. അതിന് കസ്റ്റമേഴ്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കളേഴ്സും അവർക്ക് റേറ്റ് അതൊരു പ്രശ്നമായിരുന്നില്ല. ഒന്നാമത് കൊറോണ ടൈം, ഷോപ്പുകളൊന്നുമില്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ല ഐറ്റം എത്ര റേറ്റ് ഒരു പ്രശ്നമല്ലല്ലോ. കുഞ്ഞു മക്കൾക്ക് മേടിക്കുമ്പം റേറ്റ് അതൊരു പ്രശ്നമല്ല. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലില്ലിപ്പുട്ട് നന്നായിട്ട് തന്നെ പോയി. കൊറോണ ടൈമിലൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്ന ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ സെയിലുണ്ടായിരുന്നു. ഓണവും പെരുന്നാളും, കൊച്ചു പെരുന്നാളും വലിയ പെരുന്നാളും ക്രിസ്മസൊക്കെ നല്ല രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു വാശി വെച്ച് തന്നെ ബിസിനസ് മുമ്പോട്ട് പോകുമായിരുന്നു.